ഹായ്, ഇതാ മറ്റൊരു സുന്ദരമായ കവിത, ത്രഷോൾഡ് ബൈ ഓഷ്യൻ വൂങ്. ഫ്രണ്ട്സ്, take a look at a brief intro. Ocean Vuong is a Vietnamese American poet and novelist known for his lyrical and deeply personal writing. ഈ ഓഷ്യൻ വൂങ് ഒരു വിയറ്റ്നാമീസ് അമേരിക്കൻ കവിയും നോവലിസ്റ്റുമാണ്. അദ്ദേഹം വൈകാരികവും ആഴത്തിലുള്ള വ്യക്തിപരതയിൽ ഊന്നിയതുമായ രചനകൾക്ക് പേരുകേട്ട എഴുത്തുകാരനാണ്. ഹിസ് വർക്ക്സ് ഓഫൺ എക്സ്പ്ലോർ themes of identity, family, trauma and immigrant experience. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലപ്പോഴും സ്വത്വം, കുടുംബം, മാനസികാഘാതം, കുടിയേറ്റ അനുഭവം എന്നീ വിഷയങ്ങൾ പ്രമേയമാക്കുന്നു. They captivate readers with its emotional depth and imagery. വൈകാരികമായ ആഴവും വാങ്മയ ചിത്രങ്ങളും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ വായനക്കാരെ ആകർഷിക്കുന്നു. Threshold is the first poem in the anthology Night Sky with Exit Wounds. ഇപ്പറഞ്ഞ കവിതാ സമാഹാരത്തിലാണ് ആദ്യമായി ഈ ത്രഷോൾഡ് എന്ന കവിത പ്രത്യക്ഷപ്പെട്ടത്. ആ സമാഹാരത്തിൽ ആദ്യത്തെ കവിത ഈ ത്രഷോൾഡായിരുന്നു. Well, this is a brief intro. Now take a look at a brief summary, a synopsis. Threshold by Ocean Vuong is about a person who secretly observes a man singing beautifully under the shower one morning. ഒരു സുപ്രഭാതത്തിൽ കുളിക്കുന്ന ഷവറിനടിയിൽ മനോഹരമായി സംഗീതം ആലപിക്കുന്ന ഒരാളെ രഹസ്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഓഷ്യൻ വൂങ്ങിൻ്റെ ത്രഷോൾഡ്. ഇറ്റ് ചേഞ്ചസ് ഹൗ he thinks about himself and the world around him. തന്നെക്കുറിച്ചും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും ചിന്തിക്കുന്ന അവൻ്റെ രീതിയെ അത് മാറ്റിമറിക്കുന്നു. It shows how special moments like hearing beautiful music can make us see things differently and make us grow inside. മനോഹരമായ സംഗീതം കേൾക്കുന്നത് പോലെയുള്ള പ്രത്യേക മുഹൂർത്തങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണാനും ഉള്ളിൽ സ്വയം വളരാനും കഴിയും എന്ന് ഇത് കാണിക്കുന്നു. Well, this is a brief summary. Friends, now take a look at the short answer questions. Question number 1. How does Vuong describe the singing man in the poem? What imagery does he use? കവിതയിലെ പാടുന്ന മനുഷ്യനെ വൂങ് എങ്ങനെയാണ് വിവരിക്കുന്നത്? എന്ത് ഇമേജറിയാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇൻ ത്രഷോൾഡ്, ഓഷ്യൻ വൂങ് ഡിസ്ക്രൈബ്സ് ദ സിംഗിങ് മാൻ ആസ് എംബോഡിയിങ് മ്യൂസിക് സോ പ്രൊഫൗണ്ട്ലി ദാറ്റ് ഇറ്റ് ഫിൽസ് ദ നാരേറ്റർ ടു ദ കോർ ലൈക്ക് എ സ്കെലിറ്റൻ. ഈ കവിതയിൽ ഓഷ്യൻ വൂങ് പാടുന്ന ഒരു മനുഷ്യൻ സംഗീതത്തെ ആവാഹിച്ചിരിക്കുന്നതായി വിവരിക്കുന്നു. ആ സംഗീതം അസ്ഥികൂടത്തിൻ്റെ ആഴങ്ങളിലേക്കെന്ന പോലെ ആ മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നു. ദ ഇമേജറി ഓഫ് ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഷോൾഡേഴ്സ് ഇവോക്സ് ദി ഇൻറ്റൻസിറ്റി ആൻഡ് ഫിസിക്കാലിറ്റി ഓഫ് ഹിസ് പെർഫോമൻസ്. ഗിറ്റാർ സ്ട്രിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ തോളിൽ ആടി ഉലയുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീത പ്രകടനത്തിൻ്റെ തീവ്രതയും ശാരീരവും വിളിച്ചോതുന്നു. ഇതാണ് ഉത്തരം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് മെറ്റഫർ ഡസ് വോങ് യൂസ് ടു പോർട്രേ ദ ഇഫക്റ്റ് ഓഫ് ഹിയറിംഗ് ദ സിംഗിങ് മാൻ? പാടുന്ന മനുഷ്യൻ്റെ സംഗീതം കേൾക്കുന്നതിൻ്റെ അനുഭവത്തെ ചിത്രീകരിക്കാൻ വോങ് എന്ത് മെറ്റഫർ, രൂപകമാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇൻ ത്രഷോൾഡ്, ഓഷ്യൻ വോങ് metaphorically portrays the effect of hearing the singing man as the narrator's entire being filled with music. ഈ കവിതയിൽ കവി ചെയ്യുന്നത് ഇതാണ്. ഏത്? ആ പാടുന്ന മനുഷ്യൻ്റെ സംഗീതം കേൾക്കുന്നത് കവിയുടെ ഉള്ളു മുഴുവൻ ആ സംഗീതം കൊണ്ട് നിറഞ്ഞ പോലെയാണെന്ന് ആലങ്കാരികമായി ചിത്രീകരിക്കുന്നു. He compares it to a skeleton being filled to the core.
അതിനെ അദ്ദേഹം എന്തിനോടാണ് ഉപമിക്കുന്നതെന്നോ? സംഗീതം തൻ്റെ അസ്ഥികൂടത്തിൻ്റെ ഉള്ളറകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതിനോട്. ഇറ്റ് സജസ്റ്റ് എ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് വെയർ ദ മ്യൂസിക് പെനിട്രേറ്റ്സ് എവറി ആസ്പെക്റ്റ് ഓഫ് ദ നാരേറ്റേഴ്സ് എക്സിസ്റ്റൻസ്. കവിയുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും സംഗീതം തുളച്ചു കയറുന്ന ഒരഗാധമായ അനുഭവം ആണ് ഇതെന്ന് പറയുന്നു നമ്മുടെ കവി. Now, short answer question number 3. What is the tone of the poem? ഈ കവിതയുടെ ടോൺ എന്താണ്? The tone of Ocean Vuong's poem Threshold is reflective and introspective. ഇതിൻ്റെ ടോൺ ചിന്താധീനവും അന്തർമുഖത്വവുമാണ്. The narrator reminisces on a transformative moment of hearing the singing man. പാടുന്ന മനുഷ്യനെ കേൾക്കുമ്പോഴുള്ള ഒരു പരിവർത്തന നിമിഷത്തെപ്പറ്റി കവി ഓർക്കുന്നു. There is also a sense of longing and acceptance. മാത്രമല്ല, അതിലൊരു അഭിലാഷത്തിൻ്റെയും സ്വീകാര്യതയുടെയും അംശം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഉത്തരം. Now, short answer question number 4. What dual meaning does the word threshold have in this poem? ഈ കവിതയിൽ threshold എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. എന്തൊക്കെയാണവ? ഇതാണ് ചോദ്യം. In the poem, the word threshold carries a dual meaning. ഈ വാക്കിന് ഈ കവിതയിൽ രണ്ടർത്ഥങ്ങളുണ്ട്. It represents both a physical doorway where the narrator listens to the singing man and a metaphorical boundary between ordinary existence and a transformative experience. പാട്ടുകാരൻ്റെ പാട്ട് കേൾക്കുന്ന ഭൗതിക വാതിലാണ് അതിൽ ഒന്ന്. മറ്റൊന്ന് ഒരാലങ്കാരിക പടിവാതിലാണ്. അതായത് സാധാരണ അസ്തിത്വത്തിനും പരിവർത്തനാനുഭവത്തിനും ഇടയിലുള്ള ഒരാലങ്കാരിക അതിർത്തി അഥവാ വാതിൽ. ഇറ്റ് സിംബലൈസസ് ദ മോമെൻ്റ് ഓഫ് ക്രോസിംഗ് ഇൻ ടു എ ന്യൂ റെൽം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമോഷൻ. അറിവിൻ്റെയും വികാരത്തിൻ്റെയും ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുന്ന നിമിഷത്തിൻ്റെ പ്രതീകവുമാണ് ഇത്. ഇതാണ് ഉത്തരം. Well, friends, this is the end of this video. See you soon with another video. Until then, bye-bye.